ചാത്തുകുടി ആദ്യമായിട്ടാണ് ആ ബിൽഡിങ്ങിലേക്ക് പോകുന്നത്. ചാത്തുകുടി മനസ്സിലായി ഇത് അവിടെ വിറക് കൂട്ടിയിട്ട് കുഴിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് വേണേൽ കത്തിക്കൽ എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ചാത്തുകുട്ടി എന്ത് ചെയ്തു, ഈ ആ കുഴിയിൽ കുറേ വിറകെടുത്തിട്ടു. എന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന അയാളെ ആ ഇലയോട് കൂട്ടി വെച്ച് അയാൾക്ക് ഈ ചാത്തുകുട്ടിക്ക് ഒരാളെ എടുത്ത് പൊക്കാനൊന്നും ഒരു പ്രയാസമില്ല, അത്രയ്ക്ക് ആരോഗ്യമുള്ള മനുഷ്യനാണ്. അയാൾ ആ ശവം എടുത്ത് അയാൾക്ക് പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ അയാളെടുത്ത് ആ കുഴി കൊണ്ടുവച്ചു. അതിൻ്റെ അകത്ത് കിടക്കേണ്ട വെച്ച് ചെയ്താണ്. രണ്ടാമത്തെയും എടുത്തുകൊണ്ട് അയാൾ ആ കുഴിയിൽ മരിച്ചു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആരും വന്ന് നോക്കാനുമില്ല, ആർക്കും പറയാനുമില്ല, ആർക്കും പരാതിയുമില്ല. അപ്പോൾ ഈ രണ്ട് ശവം എടുത്ത് വിറകിൻ്റെ മുകളിൽ ആ കുഴിയിൽ കുറച്ച് വിറകിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ വിറകെടുക്കി വെച്ചു. ഇങ്ങനെ അറ്റൻഡർമാർ വരികയാണെങ്കിൽ പറയാം, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കത്തിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അന്നും കണ്ടില്ല, പിറ്റേ ദിവസം കാണുന്നില്ല. അപ്പോൾ ചാത്തുകുട്ടി എന്ത് ചെയ്തു, അന്ന് ആ കുഴിയിൽ അങ്ങനെ വെച്ചു. രാത്രി വരുന്ന വിചാരിച്ച് രാത്രി കണ്ടില്ല. അപ്പോൾ ചാത്തുകുട്ടി അവിടെയൊക്കെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഈ ആൾക്കാരെ വസ്ത്രങ്ങളും അങ്ങനെ ഈ ഒരു ചീഞ്ഞളിഞ്ഞ ഗന്ധമാണ് അവിടെ. അങ്ങനെ ഒക്കെ വൃത്തിയായിട്ട് കിടക്കുക. അടുക്കളയൊക്കെ ഇങ്ങനെ ഈ സഞ്ചി കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ പരന്ന് കിടക്കുന്ന, പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. പിന്നെ ഈ കട്ടിൽ ഈ പായയും ഈ രോഗികളെ തുണി അഴിച്ചിട്ടതും ഈ രോഗികളൊക്കെ ഈ തുണി പിന്നെ ആരും ഇതൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ഊരിയിട്ടൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത്, അങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുകയാണ്. വേറെ ആരും പോയി നോക്കാൻ അവിടെ സൂപ്പർവൈസിങ് നടത്താനുള്ള ഒരു സ്ഥലമല്ല അത്. ഈ അറ്റൻഡർമാർ ഇഷ്ടത്തിന് ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ ചാത്തുകുട്ടി എന്ത് ചെയ്ത് ഈ രാത്രി ആയിട്ടും കാണുന്നില്ല. അപ്പോൾ ചാത്തുകുട്ടി പകൽ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അന്ന് ചാത്തുകുട്ടി വലിയ കുഴപ്പമില്ല, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴിയും. അല്ലാതെ ഇപ്പോൾ അവിടെ നിൽക്കണമല്ലോ. അന്ന് ശരി ഇത് പകൽ മുഴുവൻ ആ പണിയെടുത്തു. എന്നിട്ടും അറ്റൻഡർമാർ വൈകുന്നേരത്തൊന്നും കാണുന്നു, രാത്രിയും കാണുന്നു. അപ്പോൾ ചാത്തുകുട്ടി എന്ത് ചെയ്തു, കുറച്ച് മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് അത് കത്തിച്ചു. ആ ബോഡി രണ്ടും അതിന് തീ കൊളുത്തി. അങ്ങനെ അത് കത്തി. പിറ്റേ ദിവസവും അറ്റൻഡർമാർ വരുന്നില്ല. അപ്പോൾ ചാത്തുകുട്ടി അന്ന് എന്ത് ചെയ്തു, ഇത് പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ ചാത്തുകുട്ടി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കി. ഭക്ഷണം ഉണ്ടാക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെന്തെങ്കിലും കൊണ്ടുവരുമോ നോക്കുന്നുണ്ട്. പക്ഷേ ആ വീട്ടുകാരൊന്നും കൊണ്ടുവന്നില്ല. ചാത്തുകുട്ടീൻ്റെ ഭാര്യേൻ്റെ അമ്മയും കുട്ടികളൊന്നും ആ ഭാഗത്തേക്ക് തന്നെ അടുത്തില്ല, പേടി കൊണ്ട്. അതായത് അയാൾക്ക് അത്രേ സ്നേഹമുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഈ ചാത്തുകുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് നോക്കുന്നുണ്ട്, എനിക്ക് ആരെങ്കിലും കൊണ്ടുവരുമോ, എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ, പിന്നെ വെച്ചുണ്ടാക്കണോ, എന്തെങ്കിലും കഞ്ഞി വെക്കണോ. അപ്പോൾ ഈ രാത്രി ആയിട്ട് അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ആരും ഒന്നും കൊണ്ടില്ല എന്ന് മനസ്സിലായി. രാത്രി ആവുന്ന നേരത്ത് അതിന് എല്ലാവരും ഈ വീട്ടുകാരൊക്കെ അരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു സഞ്ചിയിൽ നിന്ന് കുറച്ച് അരി എടുത്ത് അയാൾ കഞ്ഞി വെച്ച് കുറച്ച് കുടിച്ച ഒരു ഉഷാറ് കിട്ടി. അങ്ങനെ ഇയാൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി രാവിലെ എണീച്ചു. അന്നും അറ്റൻഡർമാർ ആരും വന്നില്ല. മൂന്നാമത്തെ ദിവസമാണ് അറ്റൻഡർമാർ വന്ന് ചോദിക്കുന്നത്, അവിടെയുള്ള ആൾക്കാർ മരിച്ചോ, ഞങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്ന് കത്തിക്കാനായിരുന്നു, മരിച്ചിട്ടുണ്ടെങ്കിൽ വന്നാൽ മതിയല്ലോ പറഞ്ഞു. ഇനി ചാത്തുകുട്ടി പുറത്തും കയറുന്നു. അപ്പോഴേ ചോദിക്കുന്നത്. അപ്പോൾ ചാത്തുകുട്ടി മേലൊക്കെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം. അപ്പോൾ അറ്റൻഡർമാർ ചോദിച്ചപ്പോൾ ചാത്തുകുട്ടി പറഞ്ഞ്, അത് ഞാൻ എടുത്ത് കത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കത്തിച്ചോ, ഇത് നിങ്ങൾ വേറെ ആർക്കും പറയരുത്, ഞങ്ങൾ വന്ന് കത്തിച്ചോ എന്നേ പറയാൻ പാടുള്ളൂ, ഇത് ഡോക്ടർമാരോ അല്ലെങ്കിൽ മാനേജറോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ ആർക്കും പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാത്രി ഇവർ കത്തിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന സമയത്ത് അവർക്ക് അന്ന് കത്തിക്കുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ ഇവരെന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അന്നൊക്കെയുള്ള രാത്രിക്കുള്ള ഭക്ഷണവും പിന്നെ ഒരു 4 കുപ്പി ചാരായവും ഒക്കെ വരികയാണ്. ഇത് ബോഡി കത്തിക്കണമെങ്കിൽ അന്ന് ചാരായം കുടിച്ചിട്ടാണ് ഇവർ ബോഡി കത്തിക്കുക. അവിടെ നിൽക്കണമെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഇത് വേണം, ധൈര്യം വേണ്ടേ. അപ്പോൾ അതിനുവേണ്ടി ധൈര്യത്തിന് വേണ്ടിയില്ല, അവർക്ക് അങ്ങനെ ഒരു ശീലമാണത്. ഈ ചാരായം കുടിച്ചിട്ടാണ് ഇവർ ഈ ബോഡി കത്തിക്കാൻ വരിക. അപ്പോൾ അങ്ങനെ ഗേറ്റ് കടന്ന് ചാത്തുകൊണ്ടടുത്ത് ചോദിച്ചപ്പോൾ ചാത്തുകുട്ടി പറഞ്ഞു, അത് ഞാൻ കത്തിച്ചു. അപ്പോൾ നിങ്ങൾ വേറെ ആയിട്ടും പറയത് പറഞ്ഞിട്ട് ഈ കൊണ്ടുവന്ന സാധനങ്ങൾ ഈ ചാത്തുകുട്ടിക്ക് കൊടുത്തു. അന്നത്തെ ഭക്ഷണവും കൊടുത്തു, അവർക്ക് കൊടുത്ത ഭക്ഷണവും കൊടുത്തു. ഈ 4 കുപ്പി ചാരായും ഈ ചാത്തുകുട്ടി കൊടുത്തു. ചാരായം അധികം ചാത്തുകുട്ടി കുടിക്കാറില്ല.
എന്നാലും അയാൾ മേടിച്ച് വെച്ചു. അപ്പോഴത്തേനും ചാത്തുക്കുട്ടിയുടെ മേലൊക്കെ പൊന്തിയിരുന്നു, നല്ല വലിയ വലിയ കുമിളകൾ പൊന്തി. അപ്പോൾ ചാത്തുക്കുട്ടിക്ക് മനസ്സിലായി ഇന്നും കൂടി എനിക്ക് നീച്ച് നടക്കാൻ പറ്റുള്ളൂ. നല്ല പനിയും തുടങ്ങി. ഇന്നും കൂടി എനിക്ക് നീച്ച് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സെറ്റപ്പ് ഇന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ കഞ്ഞി വെച്ചിട്ട് ഈ അയാൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അതുപോലെ തന്നെ ഒരു ബക്കറ്റിൽ കുറേ വെള്ളവും കൊണ്ടുവച്ചു. പിന്നെ എന്ത് ചെയ്ത് വെച്ചാൽ ഈ ചാരായ കോപ്പി അടുത്ത് തന്നെ വെച്ചു. അയാൾക്ക് മനസ്സിലായി പിറ്റേ ദിവസം എണീക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുറേ ഈ കട്ടിലിൽ കുറേ വേപ്പലൊക്കെ വിരിച്ച് ഇയാൾ കിടന്നു. അപ്പോൾ അതുപോലെ തന്നെ അയാൾക്ക് രാവിലെ എണീച്ചപ്പോൾ എഴുന്നേക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് മേല് വേദന, ഇങ്ങനെ സൂചി കുത്തുന്ന പോലത്തെ വേദനയാണ് ശരീരം മൊത്തം. അത് വന്നവർക്കറിയാം. ഈ ചിക്കൻ ബോക്സ് വന്നിട്ട് തന്നെ ചിലവർ അങ്ങനെ ഭയങ്കര നല്ല പനിക്കും. ഈ കുമ്പളകളൊക്കെ ഇങ്ങനെ വലുതായി ഇങ്ങനെ കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കാലിനടിയിലൊക്കെ പൊന്തും, പുറത്തും തലയിലും എല്ലാ സ്ഥലത്തും പൊന്തുത്, മൂക്കിൻ്റെ ഉള്ളിലൊക്കെ വായിൻ്റെ അകത്തൊക്കെ പൊന്തുത്. അത് ഒരു പ്രത്യേക രോഗമാണത്. അത് വന്നു കഴിഞ്ഞാൽ ആ അത്ര വേദനയാണ്. ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പുകയുന്നൊരു തലയ്ക്കകത്ത് ഇങ്ങനെ വിമാനം പറക്കുന്ന അത്ര സൗണ്ടായിരിക്കും, ബൂ എന്നുള്ളൊരു. അത് ചിക്കൻ ബോക്സ് വന്നവർക്കറിയാം അതിൻ്റെ സ്ഥിതി. ഇപ്പം പിന്നെ മരുന്നൊക്കെ, പണ്ടൊന്നും മരുന്നില്ല. ആ മരുന്നില്ലാതെ തന്നെ അങ്ങനെ ഭക്ഷണം കിട്ടാതെ മരുന്ന് കിട്ടാതെ മരിക്കുന്നതാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഈ ചാത്തക്കുട്ടി അന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് എണീക്കാനും പറ്റുന്നില്ല. ഇയാൾ വസ്ത്രമൊക്കെ ഊരി കളയേണ്ടി വന്നു. അതായത് ഒരു സാധനം ധരിക്കാനും വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അതായത് പുറത്തൊക്കെ പൊന്തിയിട്ട് ഈ അങ്ങനെ 4-ാമത്തെ ദിവസത്തൊക്കെ പൊട്ടാൻ തുടങ്ങി. അങ്ങനെ കിടക്കുമ്പോഴും ചെരിയുമ്പോഴൊക്കെ പിന്നെ ഉറക്കമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഈ തലയ്ക്ക് ഉറക്കല്ലാതെ ഇങ്ങനെ ചൂട് പിടിച്ചിട്ട് എല്ലാം കൂടി അയാളാണ്ട് അവശനായി. ഇയാൾ ഈ ഇടയിൽ ഇയാൾ ഉണ്ടാക്കി വെച്ച കഞ്ഞി കുറച്ച് എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് കുറച്ച് ക്ഷീണം മാറി. പിന്നെയും ഇത് രാത്രി സഹിക്കാൻ വയ്യ. അങ്ങനെ കരയേണ്ട കരച്ചിൽ. ഈ ആണുങ്ങൾ അങ്ങനെ ഒച്ചത്തിൽ കരയല്ല, പെണ്ണുങ്ങളാണ് നല്ല അങ്ങനെ കൂടുതൽ ഒച്ചത്തിൽ കരയുക. അങ്ങനെ ഇയാൾ സഹിക്കാൻ വയ്യാതെ കരയാൻ തുടങ്ങി. അത്രയും ആരോഗ്യമുള്ള മനുഷ്യൻ അത്ര മരിക്കും എന്നുള്ള ഘട്ടത്തിലെത്തി. അപ്പോൾ ചാത്തക്കുട്ടി മനസ്സിലായി, ഞാനും മരിക്കും, ഞാൻ ആ ബോഡി കത്തിച്ച പോലെ എന്നെയും കത്തിക്കേണ്ടി വരും. അതിനുള്ള ഇതെല്ലാം കാണും. ഈ രോഗം വന്നവർ രക്ഷപ്പെട്ടവരില്ല. അങ്ങനെ ചാത്തക്കുട്ടി എന്ത് ചെയ്തു, അങ്ങനെ ബോധം പോയി അയാൾ. 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസത്തേക്ക് അയാൾക്ക് ബോധമല്ല. അങ്ങനെ ബോധമല്ല, ഇയാൾ വീണുപോയി. അങ്ങനെ വീണ് 5, 6, 2 ദിവസം അയാൾക്ക് ഒരു ബോധമില്ല. അങ്ങനെ ഇയാൾ ബോധമല്ല. പിന്നെ ഒരു ദിവസം 6-ാമത്തെ ദിവസമാണ് പിന്നെ ഇയാൾ കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അയാൾ മരിച്ചു എന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കുന്നത്, അനങ്ങാൻ പറ്റുന്നില്ല. ആരും സഹായത്തിന് തിരിഞ്ഞു പറഞ്ഞ് കിടക്കാനോ തുള്ളി വെള്ളം കൊടുക്കാനോ ഒന്നും ആരുമില്ല. 6-ാമത്തെ ദിവസം ഇയാൾക്ക് ബോധം വന്നപ്പോൾ അയാളെന്ത് പണിയെന്ന് വെച്ചിട്ടുള്ളത്, ഈ കൈ എത്തുന്നോർത്താണ് ഈ കഞ്ഞി എല്ലാം വെച്ചിട്ടുള്ളത്, ചാരായ കുപ്പിയും അടുത്ത് തന്നെ വെച്ചിട്ടുള്ളത്. ഈ കണ്ണ് പറഞ്ഞിട്ട് ഇയാളെന്ത് ചെയ്ത് മെല്ലെ ചാരായ കുപ്പി എത്തിച്ചെടുത്ത് അതിലൊരു അരക്കുപ്പി അങ്ങോട്ട് അകത്താക്കി. അരക്കുപ്പി ഞങ്ങൾ വലിച്ചു കുടിച്ച ആ വേദന ശക്തിയും കൊണ്ട് പിന്നെ ഈ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പിന്നെയും ബോധം കിട്ടുപോയി. പിന്നെ അയാൾ അന്ന് അയാൾ നീച്ചയില്ല, അങ്ങനെ കിടന്നു. പിന്നെ അയാൾ എഴുന്നേക്കുന്നത് പാതിര, അന്നത്തെ രാത്രി ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നേരം വെളുക്കാൻ സമയത്ത് പിന്നെ എഴുന്നേക്കുന്നത്. അപ്പോഴും ഇയാളെന്ത് ചെയ്തു, കൈയെത്തിച്ച് ഈ ചാരാക്കുപ്പി തന്നെ എടുത്ത് കഴിക്കുകയാണ് ചെയ്ത്. അങ്ങനെ ഇയാളൊരു ഈ 6 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 8 ദിവസം കഴിഞ്ഞ് ആ സമയങ്ങളിലൊക്കെ ഭക്ഷണം എടുത്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. അയാൾ ഈ ചാരായം കൊണ്ട് അങ്ങനെ ഒരു മരുന്ന് പോലെ അങ്ങനെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു 8 ദിവസം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പനി മെല്ലെ കുറഞ്ഞിട്ടുണ്ട്. പനി കുറഞ്ഞിട്ട് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വസൂരി വന്നിട്ട് ഇങ്ങനെ പനി അയാൾ മരിച്ചു പോകുമെന്ന് വിചാരിച്ചേ ആ ഘട്ടത്തിലെത്തി അയാൾ. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ലേശം പനി കുറഞ്ഞിട്ടുണ്ട്, കുമ്പളകളൊക്കെ പൊട്ടി ചീഞ്ഞ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാളെന്ത് ചെയ്തു, അങ്ങനെ ബാക്കിയുള്ള കുറച്ച് കഞ്ഞി പുളിച്ചു പോയിരിക്കുന്നു, അതിൻ്റെ വെള്ളം എടുത്ത് കുറച്ച് കുടിച്ചു, കാടിവെള്ളം എടുത്ത്. അതൊക്കെ കുറേ മണക്കുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇയാൾ ആ ചാരായം കഴിച്ചു, കുറച്ച് ആ കഞ്ഞിവെള്ളം കഴിച്ചു.
കുറച്ച് ഒരു ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഒരു ഒന്ന് ക്ഷീണം മാറിയ പോലെ തോന്നി. അങ്ങനെ അയാൾ ആ കിടപ്പന്നെ കിടന്നു, അങ്ങനെ ഉണർന്ന് അങ്ങനെ കണ്ണ് തുറന്നങ്ങനെ കിടക്കുകയാണ് ശവം പോലെ. അതായത് അനങ്ങാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് ഈ കുമ്പളകളൊക്കെ തട്ടുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന വേദനയാണ്. അങ്ങനെ അതിൻ്റെ ഒരു വേദന പ്രത്യേക തലച്ചോറിലേക്കാണ് അതിൻ്റെ വേദന ഇങ്ങനെ ഇരച്ച് കയറുക. ഈ ചിക്കൻ ബോക്സ് വന്ന അനുഭവം ഉള്ളവർക്ക് ശരിക്കും അതറിയാം. ഇപ്പോഴത്തെ പറയാം വസൂരി വന്നവർക്കൊന്നും പണ്ട് പറയാൻ കഥകളുണ്ടാവില്ല. അത്രയ്ക്കും അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അത്ര വേദന, ആ സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞാൽ ആ വസൂരി വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ജനങ്ങൾ മരിച്ചു പോകുന്നത്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, കുറേ അന്ന് വൈകുന്നേരമായപ്പോൾ ഇയാൾക്ക് അങ്ങനെ ചെറിയൊരു ഉഷാറ് തോന്നി. ആ കഞ്ഞിവെള്ളം കുടിച്ചോണ്ടോ ചാരായം കുടിച്ചോ എന്താണെന്നറിയില്ല. ഇതിലുള്ള കുബളകളൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. പക്ഷേ ഇത് പഴുത്ത് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ മെല്ലെ എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല. ഈ തുണിയൊക്കെ കാലിൽ ചുറ്റി, കാലിൻ്റെ അടിവശത്ത് ചുറ്റി, അടിയിലൊക്കെ അത് പൊന്തും. അങ്ങനെ ഇയാൾ കാലിൻ്റെ അടിയിലൊക്കെ അത് ചുറ്റി മെല്ലെ 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 അടുക്കളയ്ക്ക് പോയി. മെല്ലെ ആടിയിട്ടാണെങ്കിലും അടുക്കളയിൽ പോയിട്ട് കുറേ വെള്ളം എടുത്ത് കുടിച്ചു. പച്ചവെള്ളം എടുത്ത് കുടിച്ച് പിന്നെയും വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് നല്ലൊരു ഉഷാറ് തോന്നി. അതായത് പനി വിട്ടുപോയി. ശരീരം ഒന്ന് ഈ മുറികളൊക്കെ പഴുത്ത് ഇങ്ങനെ പോയിട്ട് എന്ത് ഈ ചാരായത്തിൻ്റെ ശക്തിയാണോ എന്ന് അറിയില്ല. അങ്ങനെ ഇയാളുടെ ശരീരത്തിൽ നിന്ന് ആ മുറികളൊക്കെ മെല്ലെ മെല്ലെ ഉണങ്ങാൻ തുടങ്ങി. പിറ്റേ ദിവസത്തേക്ക് ഇയാൾ എന്ത് ചെയ്തു, ഒന്ന് കുളിച്ചു. മേലെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു സമാധാനം കിട്ടി. മെല്ലെ മെല്ലെ ഈ തുണി കാലിൽ കെട്ടിയിട്ടുണ്ട്. അന്ന് ചെരുപ്പൊന്നും ആരും ഉപയോഗിക്കില്ല. ചെരുപ്പൊന്നും ഇറങ്ങിയിട്ടില്ല. ചെരുപ്പൊക്കെ ഇറങ്ങിയ കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ചെരുപ്പ് ഇറങ്ങിയ കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ചെരുപ്പ് ഉണ്ടാവുള്ളൂ. ഈ സാധാരണക്കാരൻ അന്ന് ചെരുപ്പ് ഉപയോഗിക്കില്ല. കാലിൻ്റെ അടിയൊക്കെ നല്ല കട്ടിയായിരിക്കും. ഈ ചെരുപ്പിടാത്തതുകൊണ്ട് നടന്നിട്ട് അന്നൊക്കെ ഈ വെച്ചുകുത്തലോ മുള്ളുകുത്തലൊക്കെ കൂടുതലായിരുന്നു. ഇന്നത് കേൾക്കുന്നില്ല, അങ്ങനത്തെ സംഭവം ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇയാൾ മെല്ലെ ഈ കാല് ഇങ്ങനെ തുണിയൊക്കെ ചുറ്റി വെച്ചിട്ട് ഇയാൾ മെല്ലെ അടുക്കളയിൽ പോയി കുറച്ച് കഞ്ഞി വെക്കാൻ ശ്രമിച്ചു. അങ്ങനെ മെല്ലെ കുറേ ശ്രമിച്ച് അങ്ങനെ ഇയാൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അരിയൊന്നും കഴിക്കാനൊന്നുമില്ല. അങ്ങനെ തന്നെ ഇയാൾ ആ അരിയൊക്കെ വാരിയിട്ട് കുറച്ച് കഞ്ഞി വെച്ച് അയാൾ കഞ്ഞി അത് വെന്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് കുറച്ച് സമാധാനം കിട്ടി. അതായത് വിശപ്പാണ് മാറിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു നല്ലൊരു ഉഷാറ് വന്ന പോലെ തോന്നി. അങ്ങനെ ഇയാളെന്ത് ചെയ്തു, ഒന്നും കൂടി കുളിച്ചു, കുറച്ചും കൂടി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഇയാളുടെ വസൂരി രോഗം മാറുകയാണ്. അയാൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. വസൂരി രോഗം വന്ന് മരിക്കുക എന്നുള്ള ഒറ്റ തീരുമാനം ഉള്ളൂ. വേറെ ഈ വസൂരി വന്നാൽ ജീവിക്കുക എന്നുള്ള ഒരു സംഭവമില്ല അന്നത്തെ കാലത്ത്. ഇതിന് നേരെ എതിരായിട്ട് ഇയാൾക്ക് അസുഖം മാറുകയാണ്. അങ്ങനെ ഇയാൾ അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ശരിക്കും നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുവിധം മാറി തുടങ്ങി. ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ മൊത്തം 12 ദിവസം കഴിഞ്ഞു ഇയാളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട്. അപ്പോൾ ഈ അറ്റൻഡർമാർക്ക് അറിയാം എത്ര ദിവസം കഴിഞ്ഞാലേ അത് മരിക്കുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പറ്റി കത്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഈ 12ാമത്തെ ദിവസം ഇയാൾക്ക് കുറച്ച് എഴുന്നേറ്റ് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇയാളെന്ത് ചെയ്ത് ഒരു ചെറിയ വരാന്ത പോലെ ഉണ്ട്, അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഉണ്ട് ആ അറ്റൻഡർമാർ വൈകുന്നേരത്ത് കയറി വരുന്നു. അവർ ഇയാളെ കത്തിക്കാൻ വേണ്ടി വരികയാണ്, മരിച്ചുണ്ടോ നോക്കാൻ വേണ്ടി വരികയാണ്. ഇവർ ഇയാളെ കണ്ടിട്ട് അന്തം വിട്ടുപോയി. കാരണം ഈ വസൂരി വന്നാണ് ജീവിച്ച് ഇങ്ങനെ എണീറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഡ്യൂട്ടിക്കിടയിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഇവർ കുറച്ച് ദൂരത്തുനിന്ന് വെച്ച് ഇയാളെ കണ്ടപ്പോൾ ഇവർ പേടിച്ചു പോയി. ഈ വസൂരി കല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ വസൂരി വന്നിട്ടുണ്ടെങ്കിൽ മുഖമൊക്കെ കുഴിഞ്ഞ് ഈ എങ്ങനെ ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. വസൂരി കല എന്ന് പറഞ്ഞാൽ മാറിക്കഴിഞ്ഞാലും വസൂരി കല മാറൂല. അങ്ങനെ മുഖത്തൊക്കെ അങ്ങനെ കുഴിയായിട്ട് കറുപ്പ് കളറായിട്ട് ഇങ്ങനെ കുഴിയായിട്ടുണ്ടാവും. അങ്ങനെ ഈ ഇത് ശരിക്കും ഉണങ്ങിയിട്ടില്ലല്ലോ. ഇയാളെ ഈ രൂപം കണ്ടിട്ട് ഈ അറ്റൻഡർമാർ പേടിച്ചു പോയി. അതായത് അവർ ഇങ്ങനെ രോഗി ആദ്യമായിട്ട് കാണുകയാണ് അവർ. അപ്പോൾ അവർ വിട്ടുനിന്ന് കുറച്ച് അകലെന്ന് ചോദിച്ചു, ചാത്തുക്കുട്ടി തന്നെ അല്ലേ? അതെ, ചാത്തുക്കുട്ടി പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എനിക്ക് നിങ്ങളെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് വികൃതമായിട്ടുണ്ട് ഒരു മുഖമൊക്കെ. അപ്പോൾ
ഈ അറ്റൻഡർമാർ ഒരു അത്ഭുതത്തോടു കൂടി തിരിച്ചു പോയിട്ട് അവിടെ ആശുപത്രിയിലും അങ്ങനെ നാട്ടുകാരത്തും ചായക്കടയിലും അങ്ങനെ എല്ലായിടത്തും പറഞ്ഞു നമ്മുടെ ചാത്തക്കുട്ടി വസൂരി ഒന്നും മരിച്ചിട്ടില്ല, ചാത്തക്കുട്ടി വസൂരി ഹോസ്പിറ്റലിൽ ഇരിക്കുന്നുണ്ട്, അവൻ മരിച്ചിട്ടില്ല, അവൻ്റെ രോഗം മാറുന്നുണ്ട്, വസൂരി മാറി ആൾ എണീറ്റിരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ നാട്ടുകാർക്കൊന്നും വിശ്വസിക്കുന്നത് പോയി നോക്കാനൊന്നും ആർക്കും ധൈര്യമില്ല, ഈ രോഗം പകരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും പോയി നോക്കിയൊന്നുമില്ല. അങ്ങനെ 13-ാമത്തെ ദിവസം ഈ അറ്റൻഡർമാർ രാവിലെ ഉണ്ട് ഗേറ്റ് തുറന്നിട്ട് ഒരാളെയും താങ്ങി പിടിച്ചിങ്ങനെ വരുന്നു. നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ചാത്തക്കുട്ടി നോക്കി ആരാ നോക്കുമ്പോൾ അത് ഒരു മുസ്ലിമായിരുന്നു. അതൊരു ഗോയ മുസ്ലിയാർ പറഞ്ഞ ഒരാളെ ഭാര്യയാണ്, നബീസു. അങ്ങനെ ഈ നബീസിനും കൊണ്ടാണ് അറ്റൻഡർമാർ വരുന്നത്. അപ്പോൾ അറ്റൻഡർമാർ ഇവിടെ ഹാളിൽ ആ ഹോസ്പിറ്റലിൽ വന്ന് നോക്കിയപ്പോൾ നല്ല വൃത്തിയായി കിടക്കുന്നു. അതായത് അവർ നോക്കുമ്പോഴല്ല അവിടെ കിടക്കുന്നത്, എല്ലാം ഒരു അടക്കം ചിട്ട് അകത്തൊക്കെ നല്ല കഴുകി വൃത്തിയായിരിക്കുന്നു, അടുക്കളയൊക്കെ വൃത്തിയായിരിക്കുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ നബീസിനെ കിടത്തി അങ്ങനെ ഇവർ തിരിച്ചു പോയി, ചാത്തുകുടത്ത് പറഞ്ഞിട്ട് തിരിച്ചു പോയി.